കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ PP ദിവ്യക്കെതിരായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം മാധ്യമ വേട്ടക്കിരയായ, മാധ്യമ വിചാരണക്കിരയായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള സമര പരിപാടികളും മാധ്യമ ചാനലുകൾക്കും ഒപ്പം യൂട്യൂബ് ചാനലുകൾക്കുമെതിരെ നിരവധി കേസുകൾ നൽകിയുമൊക്കെ PP ദിവ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ വിമർശിച്ചവർക്കും ക്രൂശിച്ചവർക്കുമെതിരായിട്ടുള്ള കടുത്ത നടപടിയാണ് ദിവ്യ സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ പ്രധാന മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അരുൺകുമാറിനെതിരെ അതിശക്തമായ വിമർശനവുമായി ഒരു സോഷ്യൽ മീഡിയ കുറിപ്പുമായി കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനാകരുത് എന്നുള്ളതിന്റെ ചില സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതും PP ദിവ്യ തന്നെ പറയുന്നു. ഇതിനാധാരമായിട്ടുള്ളത് കലോത്സവത്തിനിടയിൽ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. സ്കൂൾ കലോത്സവത്തിൽ റേറ്റിംഗ് കൂട്ടാൻ നടത്തിയ അഭ്യാസങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ കേസെന്നും റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം ചാനൽ സംസ്കാരത്തിൽ കാര്യമായ മാറ്റം വന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് കൺസൾട്ടിംഗ് എഡിറ്റർ കൂടിയായിട്ടുള്ള അരുൺകുമാർ അടക്കം നിരവധി ആളുകളെ പ്രതിയാക്കി ചേർത്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായി അരുൺകുമാറും ഒപ്പം റിപ്പോർട്ടർ ഷഹബാസ് രണ്ടാം പ്രതിയും പിന്നാലെ കണ്ടാലറിയാകുന്ന മറ്റൊരാളെ മൂന്നാം പ്രതിയായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടുത്ത വിമർശനം PP ദിവ്യ ഉയർത്തിയിരിക്കുന്നത്. കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം എന്ത് മാധ്യമധർമ്മമാണെന്ന ചോദ്യമാണ് നവീൻ ബാബു കേസിലെ പ്രതി കൂടിയായ PP ദിവ്യ ചോദിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും കണ്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നു. PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ്: റിപ്പോർട്ടർ ചാനലിലെ 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു. ബ്രേക്കിംഗ് ഒന്നും കണ്ടില്ല. സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം എന്ത് മാധ്യമധർമ്മമാണ്? തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനി എങ്ങനെ? കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ എന്തേ മാറി നിൽക്കുന്നതല്ലേ അതിന്റെ ധാർമ്മികത? അല്ല, ധാർമ്മികത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ എന്നാണ്. സ്റ്റേഷനിൽ പോകുമ്പോഴും വരുമ്പോഴും ലൈവ് ഇടാൻ മറക്കരുത്. ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗിബൽസൻ കോട്ടിട്ട അഭിനവ ചാനൽ ജഡ്ജിമാരുടെ അവതരണ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്നു. അപാരമായ കഴിവുള്ള അവതാരക സിംഹങ്ങൾ കുറെ അവിടെ ഉണ്ടല്ലോ. നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നതാണ് ശരി. എന്നാൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ചില ചാനൽ ജഡ്ജിമാർ. ഒരു മൈക്കും ക്യാമറയും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന കാലം കഴിഞ്ഞു. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, അവർ തീരുമാനിക്കും ശരിയും തെറ്റും. ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമായി തന്നെയാണ് PP ദിവ്യ ഇതിനെ നോക്കി കാണുന്നത്. തനിക്കെതിരെ, താൻ ചെയ്ത തെറ്റിനെതിരെ വിമർശനം ഉന്നയിച്ച സകലമാന മാധ്യമ ചാനലുകൾക്കും അവതാരകർക്കുമെതിരെ തിരിയാനുള്ള ഒരു വലിയ ആയുധമാക്കി കൂടി ഇതിനെ നോക്കി കാണുന്നു എന്ന് വേണം ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം പലരും കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം, അതുമായി ബന്ധപ്പെട്ട വാർത്താവതരണം, അതിന് മുൻപുണ്ടായ ഒരു റിപ്പോർട്ടിംഗ്, ഇതിലായിരുന്നു സഭ്യമല്ലാത്ത ഭാഷയിൽ ഡോക്ടർ അരുൺകുമാർ സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നത് ബന്ധപ്പെട്ട് കേസെടുത്തത്. പോക്സോ വകുപ്പിലെ 11, 12 വകുപ്പുകളാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ചാനലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പലരും ഉയർത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്ന വിധം വാർത്തയും ചർച്ചയും തയ്യാറാക്കിയെന്നാണ് FIR-ൽ കുറിക്കുന്നത്. നേരത്തെ തന്നെ സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും അടിയന്തര റിപ്പോർട്ടും തേടി. കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ചതും റിപ്പോർട്ട് തേടിയതും. കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ കലോത്സവ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നടത്തിയ ഒരു റീൽ ഷൂട്ടിംഗ് ആയിരുന്നു ഇതിനാധാരമായിട്ടുള്ളത്. അതിൽ ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിലായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം കലർത്തിയതായ ആരോപണം ഉയർന്നത്.